കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. കെ മുരളീധരൻ എം പി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച പരാതിയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ഡിസംബർ 23-ന് തിരുവനന്തപുരത്ത് KPCC നടത്തിയ മാർച്ചിന് നേരെയാണ് പോലീസ് അക്രമം അഴിച്ചുവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് ചേർന്നുണ്ട്. ആനന്ദ് എങ്ങനെ നോക്കിക്കാണും? ഇക്കഴിഞ്ഞ ഡിസംബർ 23-നാണ് തിരുവനന്തപുരത്ത് വെച്ച് KPCC നടത്തിയ മാർച്ച് നേരെ പോലീസ് അതിക്രമം അയച്ചുവിട്ടിരുന്നു. ഈ മാർച്ച് നേരെ ഉണ്ടായ ഈ പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര മന്ത്രാലയം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. കെ മുരളീധരൻ എം പി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച പരാതിയെ തുടർന്നാണ് ഈ ഒരു നടപടിയുള്ളത്. എന്തായാലും 15 ദിവസത്തിനകം വിശദീകരണം സ്പീക്കർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം വരുന്നത്. ഈ വിഷയത്തിൽ ഡിസംബർ 28-നാണ് കെ മുരളീധരൻ എം പി താൻ അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കത്തയച്ചത്. സമാധാനപരമായി പുരോഗമിച്ച ഈ DGP ഓഫീസ് മാർച്ചിൽ നേതാക്കളടക്കമുണ്ടായിരുന്ന വേദിയിലേക്ക് ടിയർ ഗ്യാസ് ഷെൽ എറിഞ്ഞ് പോലീസ് പ്രകോപനം ഉണ്ടാക്കിയിരുന്നെന്നാണ് കോൺഗ്രസ് നേരത്തെ തന്നെ ആരോപിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പോലീസ് നടപടിക്കെതിരെ വൻ പ്രതിഷേധ പരമ്പരകളും അരങ്ങേറിയിരുന്നു. ഇതിനെ തുടർന്ന് തന്നെയാണ് ഈ കെ മുരളീധരൻ എം പി ഇത്തരത്തിലൊരു കത്ത് ലോക്സഭാ സ്പീക്കർക്ക് അയച്ചത്. എന്നാലും അതിനെ തുടർന്നാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു നടപടി, ഒരു വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആനന്ദ, മറുവശത്ത് ഇത്തരത്തിൽ സംസ്ഥാനത്ത് നടക്കുന്ന ഈ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെയൊക്കെ ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായൊരു നിരീക്ഷണം ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതല്ലേ? തീർച്ചയായും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ നിന്ന് നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, കുറച്ചു മുമ്പ് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കേന്ദ്രം അത്തരത്തിൽ ഗവർണർക്ക് CRP സുരക്ഷ, അതായത് Z+ സുരക്ഷ ഒരുക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യങ്ങൾ പോയിരുന്നു. അപ്പൊ എന്തായാലും സംസ്ഥാനത്തിന് നേരെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുകയും കൃത്യമായ നടപടികൾ ഓരോ വിഷയത്തിലും എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ചോദിച്ച ഭാഗത്തു നിന്നും തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതും അത്തരത്തിൽ തന്നെയാണ് വിഷ്ണു. യെസ്, വ്യക്തമാണ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. ആനന്ദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.